കണ്ടു വാതിലോർക്കണേ. എടി ഞാൻ പറഞ്ഞല്ലോ നിന്റെ മല്ലിപ്പാട്ടേന്ന് കാശ് എടുക്കാൻ വേണ്ടിട്ടല്ല, അതിന് വേണ്ടിട്ടല്ല. ഞാൻ അതെന്നും പറഞ്ഞ മാതിരിയല്ല. ഒരു 150 ഉറുപ്പിക കിട്ടി എനിക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ആ കാര്യത്തിന് പോവാൻ വേണ്ടിട്ടാണ്. അതാണ് ഈ പറഞ്ഞത്. എന്റെ മല്ലിപ്പാട്ടെ പൈസ ഇല്ല നിങ്ങൾക്ക് ക്വാർട്ടർ അടിക്കാൻ. എടി എന്തെന്നാ നിന്നോട് ഞാൻ പറയേണ്ടത്? ക്വാർട്ടർ അടിക്കാനല്ലാന്ന്. എടി ഇന്നേ വരെ അല്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെ പോട്ടെ, നിന്റെ ഇപ്പം മല്ലിപ്പാട്ടയിൽ പൈസ ഞാൻ എടുക്കാനുമല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ് നീ വിശ്വസിക്കൂലല്ലോ, അത് വേണ്ട, പോട്ടെ, സാരില്ല. ഇന്നേ വരെ ഈ നിമിഷം വരെ എന്നാ ചേട്ടാ എന്ന് പറഞ്ഞു ഒരു 100 രൂപയെങ്കിലും ഒരണ പൈസ ഒന്ന് എവിടെയെങ്കിലും പോയിട്ടൊന്ന് നന്നായി വാ എന്റെ ചേട്ടനൊരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് 1 ഉറുപ്പ്യ നീ തന്നിട്ടുണ്ടേ. പക്ഷെ എങ്ങനെ തരും? കട്ടോണ്ട് പോവല്ലേ എന്റെ മല്ലിപ്പാട്ടേന്ന്? കട്ടോണ്ട് പോവേ? മണ്ടു നീ എന്തൊക്കെ പറഞ്ഞ ആൾക്കാര് കേൾക്കൂട്ടാ. മലയാളം തന്നെ ഞാൻ പറയണത്. അതല്ലേ ഞാൻ ഈ വാതിൽ അടച്ചിട്ടത്. താരം കിട്ടിയ കക്കും നാണുണ്ടോ മനുഷ്യനോ? പിന്നെ അല്ലാതെ ഞാനോ? എന്നോടൊക്കെ വർത്താനം പറയണ ഈ ജാതി സാധനങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞ എന്നെ വേണമെന്ന് പറയാനായിട്ട്. അല്ലെങ്കിലും നീയും നിന്റെ കുടുംബക്കാരൊക്കെ കണക്കന്നെയാ. ആ നീയും കൊള്ളാം, നിന്റെ ആങ്ങളമാര് തെണ്ടികളുണ്ടല്ലോ അവരും കറക്റ്റാ. ആ എന്താ പെട്ടെന്ന് മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ബെല്ലും അടിക്കുന്നത് കേട്ടില്ല. ഞാനിപ്പോ പറഞ്ഞത് നാക്കെടുത്തുള്ളൂ നിങ്ങളെ കുറിച്ചിട്ട്. ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു നിന്റെ ആങ്ങളമാരത് ആ സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടി തെണ്ടി തിരിഞ്ഞ് അതൊക്കെ കൊണ്ടുവരുമ്പോ കാശ് ഇങ്ങോട്ട് തായോ എന്ന് മാത്രം പറയരുതെന്ന് ഞാൻ പറയുന്നു. അല്ല അളിയനീ വർത്താനം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ സ്നേഹമാണ്. കണ്ടു അങ്ങനെ 4 മാസത്തെ പ്രയത്നത്തിന് ശേഷം സത്യേട്ടന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ. എവിടെ? അപ്പൊ ഇത് ബാങ്കിൽ കൊണ്ട് കൊടുത്ത പൈസ കിട്ടൂ? ഇനി അത് കൊടുത്താൽ കിട്ടൂല, ഇനിയും കുറച്ച് പണിയുണ്ട് അതിന്റെ പുറകില്. അത് ശരി. നമ്മൾ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് വില്ലേജ് ഓഫീസറുടെ അടുത്ത് കൊടുക്കണം. അപ്പൊ വില്ലേജ് ഓഫീസർ നമ്മുടെ 3 പേരുടെ പേരിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് ബാങ്ക് മാനേജർക്ക് കൊടുത്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മണ്ടുവിന്റെ കാശ് എന്റെ കയ്യിൽ തന്നാ മതിട്ടാ. അതെ, കാശ് ആരുടെയും കയ്യിലും കാലിലൊന്നും തരൂല. അത് അവരവരുടെ അക്കൗണ്ടിലേക്ക് മാനേജർ തുല്യമായിട്ട് ഇട്ട് തരും. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് അവകാശം കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആങ്ങളമാർക്ക് 2 പേർക്ക് അവരവർക്ക് അങ്ങോട്ട് എടുക്കാം. ഇവൾക്ക് കിട്ടുന്ന കാശ് ഞങ്ങൾ 2 ആൾ വേണം പങ്കുവെക്കാൻ. അതെന്തൊട്ട് മനസ്സിലാക്കാത്തെ? ഇരിക്കുന്നില്ലേ? ഇരിക്കുന്നുണ്ടാവേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കത് വേറെ അന്യരുടെ ആരുടെ വീട്ടിൽ വന്ന പോലെയാണ് തോന്നുന്നത്. ചായ വേണ്ട അളിയാ? അല്ല ഇരിക്കി. ഇപ്പൊ അവിടെ നിക്കേ. ആള് മരപ്പറ്റിയാണെങ്കിലും നമ്മുടെ കാര്യം നടക്കണ്ടേ? ഒരു മയത്തില് നിക്ക് ചേട്ടാ. രണ്ട് ചായ ഇട്ട് കൊടുക്കണ്ടേ വീട്ടിലെ ആൾക്കാർ വരുമ്പോ? ഞാൻ പറഞ്ഞു ചായ വേണ്ടാന്ന്. ചായ പറയണ്ട. ഇനി വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ചേട്ടാ എനിക്കൊരു 2 രൂപ. എന്തിനാണ്? അവിടെ ഒരു പിച്ചക്കാരൻ വന്നു. അയ്യോ ചേഞ്ച് ഒന്നുമില്ല എന്റെ അടുത്ത്. ഏട്ടാ 2 രൂപ എന്റെ ഉണ്ട്, പക്ഷെ ഞാൻ തരില്ല. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് തരാണ്ട്. നിന്റെ കെട്ടിയെന്താ നിൽക്കില്ല, അയാളുടെ അടുത്ത് ചോദിക്കും. എന്റെ കൊടുക്കില്ല. കൊടുക്കൂല. സത്യം പറ. എന്താണ് ഇല്ലേ കൊടുക്കണ്ട. ഇയാളെന്തിനും ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും കേറി വന്നാ വീട്ടിലുള്ളതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇതുപോലെ കിടന്ന് ഇറങ്ങും. പുറത്തോട്ട് നിക്കേ. പുറത്തേക്ക് പോട്ടെ. മണ്ടു മോളെ, അത് മന്മതാ, കാര്യേ
സത്യേട്ടനാണ് അളിയാ. അത് നിങ്ങളുടെ സത്യേട്ടനാ? അപ്പൊ ഷെയർ 4. സത്യേട്ടാ നാട് വിട്ടിട്ട് ഞാൻ നേരെ പോയതേ കോയമ്പത്തൂർക്ക്. റോഡിൻ്റെ പണി, ഈ കല്ലുമുട്ടില്ലേ, അങ്ങനെ കല്ലുമുട്ടലും പിന്നെ മെറ്റൽ കോരലൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇതിൻ്റെ കോൺട്രാക്ടറുടെ ഒരു കൂട്ടുകാരൻ അങ്ങനെ തഞ്ചാവൂർ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് തഞ്ചാവൂർക്ക് കൊണ്ടുപോയി. തഞ്ചാവൂർ പോയതിന് ശേഷം വലിയ കുഴപ്പമില്ല, അവിടെ അത്യാവശ്യം ഒരു നല്ല പണിയും ഇതൊക്കെ കിട്ടി, പിന്നെ ശമ്പളമൊക്കെ ഉണ്ടായി. അപ്പൊ ചേട്ടനൊരു കത്ത് എഴുതായിരുന്നില്ല ഇങ്ങോട്ട്? അതൊന്നും ശ്രദ്ധിച്ചില്ല, കുറേ തെറ്റുകൾ പറ്റി. ആ കൂട്ടത്തിൽ അതൊക്കെ അതിൽ വിട്ടു. അവിടെ ഉള്ള സമയത്താണ് കല്യാണമൊക്കെ കഴിഞ്ഞത്. കല്യാണം കഴിച്ചോ? ആ, കല്യാണം കഴിച്ചു. 3 നേരം നമുക്ക് ഭക്ഷണം കഴിക്കണല്ലോ. അതിന് കല്യാണം കഴിച്ചു അല്ലേ? 3 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു? അല്ല, അതവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ആ, അപ്പൊ കല്യാണത്തിന് പോവും. ഭക്ഷണത്തിന് അപ്പൊ കല്യാണത്തിന് പോകൂലേ? അപ്പൊ നമ്മളെന്താ പറഞ്ഞത്, മറ്റേ തഞ്ചാവൂർ അവിടെ നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കണല്ലോ. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ചായക്കടയുണ്ട്, അപ്പോൾ അവിടുന്നാ കഴിക്കല്. അപ്പോൾ എൻ്റെ സ്വഭാവം നന്നായിട്ടാണോ എന്തോ അവർക്ക് എന്തോ തോന്നിയതെന്ന് അറിയില്ല, അവർക്കൊരു മകളുണ്ടായിരുന്നു. ആ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നു. കുട്ടികളൊക്കെ ആയോ? കുട്ടികളുണ്ട്, സെൽവൻ, കമല, ശാന്തി, സുഭ. വലിയ പേരാണല്ലോ. 4 കുട്ടികളുടെ പേരാ അത്. അതെ അതെ. അങ്ങനെ ഞങ്ങളൊരു 2 കൊല്ലം മുമ്പ് തഞ്ചാവൂരിൽ നിന്ന് ഇങ്ങോട്ട് പൊള്ളാച്ചിക്ക് താമസം മാറി. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഈ താമസം. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ലോഡിങ്ങിന് പോകും, ഈ അരിചാക്കൊക്കെ ലോറിയിൽ കയറ്റുന്ന പണി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ അരിചാക്ക് മുതത്തിട്ടിട്ട് ഇറങ്ങണ സമയത്ത് തണ്ടലം കുളുക്കി. 9 മാസം കിടപ്പിലായി. ഇനിയിപ്പോൾ കാര്യപ്പെട്ടിട്ടുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നത്. ഇപ്പം എന്ത് ചെയ്യിച്ചാൽ അവൾക്ക് ഈ ഹോട്ടലിൻ്റെ പണികളൊക്കെ വശമുള്ളത് കൊണ്ട് അവൾ ഇഡ്ഡലി ഉണ്ടാക്കി തരും. ഒരു 3 മണി 4 മണി ആകുമ്പോഴേക്ക് ഒരു 10-200 ഇഡ്ഡലി ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ ഹൈവേയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കച്ചവടം ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുടുംബം കഴിഞ്ഞു പോണത്. ഇപ്പം ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവിടെ ഒരു വീട് വെക്കണം, സ്ഥലവും ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഷെയർ പ്രതീക്ഷിച്ചിട്ടാണ് സത്യത്തിൽ ഞാൻ ഇപ്പോൾ വന്നത് തന്നെ. എന്താ അത്? അച്ഛൻ മരിച്ചതൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ആ, അത് ഞാൻ അവിടെ വന്നപ്പോൾ ആ കടയിൽ നിന്ന് അറിഞ്ഞു. ഇത് മരണ സർട്ടിഫിക്കറ്റ് അല്ലേ? എൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലേ? അപ്പം ഞാൻ മരിച്ചോ? എന്നിട്ട് എന്താ, ഞാൻ എൻ്റെ ഈ മരണ സർട്ടിഫിക്കറ്റുമായിട്ട് നേരെ വില്ലേജ് ഓഫീസറെ പോയി കണ്ടു. അപ്പോൾ വില്ലേജ് ഓഫീസർ പറയാണ് RDOയെ കണ്ടിട്ട് ഒരു പുനഃപരിശോധന ഹർജി കൊടുക്കണമെന്ന്. എന്നാ പിന്നെ RDO ഓഫീസിൽ പോയിട്ട് അത് കൊടുക്ക്. RDO ഓഫീസറെ പോയി കണ്ടു. അപ്പോൾ സാറ് പറയണത് എന്താണെന്നറിയോ?
ഞാനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വിശ്വസ്തരായിട്ടുള്ള ഏതെങ്കിലും ഒരു സാക്ഷി വേണമെന്ന്. നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ? എന്തിന്? സാക്ഷി പറയാ. അതെ, എനിക്ക് സാക്ഷി പറയണോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? എന്താ പ്രശ്നം? ഞാൻ വന്നിട്ട് സാക്ഷി പറഞ്ഞിട്ട് നീയല്ല യഥാർത്ഥ സത്യശീലൻ എങ്ങാനും തെളിഞ്ഞാൽ എന്റെ സാക്ഷി കള്ളസാക്ഷിയാവില്ലേ? അപ്പൊ ഞാൻ താൻ സത്യശീലൻ നിനക്കറിയില്ല എന്നെ? അതെ, ഒരാളെ പോലെ 7 ആളുണ്ടെന്നല്ലേ പറയുന്നത്. ഈ 7 ആളിൽ ഒരാൾ നീയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടേ സാക്ഷി പറയാൻ നീ വേറെ ആരെങ്കിലും പോയി കാണും. അല്ല, നിന്റെ ഒപ്പം ഏത് നേരം കൂടെ നടന്നിരുന്നല്ലേ രാഘവേട്ടനും സുമേഷേട്ടനും? അവരോട് സാക്ഷിക്കാൻ പറ. ഞാൻ അവരൊക്കെ പോയി കണ്ടു. അപ്പൊ അവരൊക്കെ പറയണത് എന്താണെന്നറിയോ? മരിച്ചുപോയി എന്ന് സർക്കാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാള് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് സാക്ഷി പറയാൻ അവർക്കൊക്കെ പേടിയാണ്. ഞാൻ പറയുകയാണെങ്കിലേ നീ വഴക്കിനും വയ്യവേലിക്കൊന്നും പോണ്ട. നിന്റെ വിഷമങ്ങളും കാര്യമൊക്കെ കൂടെ പറഞ്ഞവരോടാണ്ട് പറയേ. അവരെന്തെങ്കിലുമൊക്കെ അറിഞ്ഞു തരും, അത് മേടിച്ചിട്ടാണ്ട് പോയിക്കോ. അവരൊക്കെ തന്നു. ഓ, മന്മത 500 റുപ്യ തന്നു. വെറും 500? മണ്ടോദരി 750. പിന്നെ പ്യാരിജാതൻ, അവനെ ഞാൻ ചെറുപ്പത്തിൽ കുറേ എടുത്ത് നടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും 1500 റുപ്യയും തന്നു. ഈ ബന്ധത്തിന് പിന്നെ അങ്ങനത്തെ ഒരു വില അവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. ഓട്ടെ, അപ്പൊ ഒന്ന് ശരി. സത്യ, നല്ല സീറ്റ് കളിച്ചപ്പോളേ കുറച്ച് കാശ് കിട്ടി. ദീ വെച്ചോ. എന്തായാലും ഞാൻ വേണ്ടാന്ന് പറയണില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തായാലും ഞാൻ മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയത് വലിയ ഭാഗ്യം. അല്ല, എപ്പോഴായാലും മരിക്കുമല്ലോ. ഞാൻ മരിക്കണ സമയത്ത് കുട്ടികൾക്ക് അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓഫീസിലൂടെ അങ്ങനെ കയറി ഇറങ്ങി നടക്കണ്ടല്ലോ. അത് ഭാഗ്യം. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.